ഇന്ത്യ രാജ്യത്തെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചുകൊണ്ട് ഈ സംവിധാനം കൊണ്ടു നടക്കാൻ കഴിയാത്തവർ ദയവ് ചെയ്ത് മാറിക്കൊടുത്തോളണം. ദയവ് ചെയ്ത് മാറിക്കൊടുത്തോളണം. ഇത് അമാനത്താണ്, ഇത് ദൈവികമായ അമാനത്താണ്. രാജ്യത്തെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ഇത് കൊണ്ടുപോകാൻ കഴിയില്ലേ, ഇറങ്ങിപ്പോണം. പ്രിയമുള്ളവരെ, ഇദ്ദേഹം ആരാണെന്നൊന്നും അറിയില്ല. SMFന്റെ പാലക്കാട് ജില്ലാ പരിപാടിയിലോ മറ്റോ വിശദീകരിച്ചതാണ്. വഖഫ് ബോർഡിന്റെ മാറിയ അമൻമെന്റ്, പുതിയ അമൻമെന്റിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ലക്ഷദ്വീപിലെ പള്ളിമുത്തവല്ലിമാര്, മദ്രസ പ്രസിഡന്റ്, സെക്രട്ടറി, ഭാരവാഹികളൊക്കെ അറിഞ്ഞിരിക്കേണ്ട വളരെ നല്ലൊരു കാര്യമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. മദ്രസകളും മഹല്ല് കമ്മിറ്റികളും നടത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള വഖഫ് രേഖകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ന്യൂനതകളുണ്ട് എന്ന് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട്. ധാരാളം ന്യൂനതകൾ. നിങ്ങൾ നോക്കൂ, ഞാനും നിങ്ങളും കൈകാര്യം ചെയ്യുന്ന ഈ മഹല്ലുകളുടെയും മദ്രസകളുടെയും ഭൂമി സംബന്ധിച്ച് താഴെ പറയുന്ന ന്യൂനതകൾ ഇപ്പോൾ ഉണ്ട്. ആ ന്യൂനതകൾ നിങ്ങൾ പരിഹരിക്കാത്ത പക്ഷം സ്വാഭാവികമായിട്ടും നമുക്ക് വിഷമം വരും. വിഷമം വരിക എന്നതിനപ്പുറത്തേക്ക് ഈ സ്വത്തുക്കളൊക്കെ അന്യാധീനപ്പെടുന്ന, അതല്ലെങ്കിൽ വഖഫിൻ്റെ സ്റ്റാറ്റസിൽ നിന്നും എടുത്തു കളയുന്ന നിയമ ഭേദഗതിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിൽ രേഖകളില്ലാതെ അഥവാ ആധാരമോ ഒരു രേഖകളുമില്ലാത്ത ഏക്കർ കണക്കിന് പള്ളി മദ്രസ സ്ഥാപനങ്ങളുണ്ട് എന്നാണ് കണക്ക്. എന്നാലോചിച്ച് നോക്ക്. അതിൽ നമ്മളുണ്ടാവോ? ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ആൾക്കാർ പറയണത്. പലരും തലയാട്ടുന്നുണ്ട് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഈ രാജ്യത്തെ നിയമം എന്താ? ഒരു ഭൂമി കൈവശം വെക്കണമെങ്കിൽ സബ് രജിസ്ട്രാർ ഓഫീസിൽ ആധാരം ചെയ്തതിൻ്റെ രേഖ നമ്മുടെ കൈവശം വേണം. വേണ്ടേ? വേണം. അതിന് നികുതി അടയ്ക്കണം. അതിൻ്റെ കുടിക്കടം ഫയലിൽ വേണം. ഞാൻ നേരത്തെ പറഞ്ഞ 10-14 ഡോക്യുമെന്റുകൾ നിങ്ങളുടെ കൈവശമുണ്ടാകണം. അങ്ങനെ ഇല്ലാതെയാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ അത് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നിയമം വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നോക്കൂ, ലൈസൻസ് ഇല്ലാതെ ഏക്കർ കണക്കിന് മയ്യത്താങ്കരകളുണ്ട്. ലൈസൻസ് ഇല്ലാത്ത ഏക്കർ കണക്കിന് മയ്യത്താങ്കരകൾ. കഴിഞ്ഞ പ്രാവശ്യമാണ് തലശ്ശേരി എന്ന് പറയുന്ന കണ്ണൂർ തലശ്ശേരിയിൽ ഈ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അമുസ്ലിം സഹോദരൻ, അദ്ദേഹം എന്ത് ചെയ്തു? കാലങ്ങളായി പള്ളിയുടെ 4 പുറവുമുള്ള ഖബർസ്ഥാനെക്കുറിച്ച് പരാതി കൊടുത്തു. എവിടെ കൊടുത്തു? RDOയിൽ കൊണ്ടേ പരാതി കൊടുത്തു. ഇത് ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്, തടയണം. നേരത്തുള്ള നിയമം അനുസരിച്ച് അങ്ങനെ പരാതി കൊടുക്കാൻ വകുപ്പില്ല. കാരണം എന്താ? 13 വർഷത്തിനപ്പുറത്തേക്ക് പരാതികൾ സ്വീകരിക്കൂല. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പള്ളിയാണ്. ഈ നിയമം വന്നപ്പോൾ പറഞ്ഞു ഇനി 13 വർഷം എന്നുള്ള ബാരിയർ എടുത്തു കളഞ്ഞു. എത്ര കൊല്ലം മുമ്പാണെങ്കിലും എന്ത് ചെയ്യാം? പരാതി കൊടുക്കാം. അങ്ങനെ പരാതി കൊടുത്തു. RDO പറഞ്ഞു ഇത് ആരാധനാലയവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, തൽക്കാലം നിയമമൊക്കെ ഉണ്ടെങ്കിലും സുപ്രീം കോടതിയുടെ വിധി വരാത്തത് കൊണ്ട് ഇത് ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ആക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. പിന്നെയോ ഇപ്പം മുൻസിഫ് കോടതിയിൽ കൊണ്ടുപോയി അദ്ദേഹം എന്ത് ചെയ്തു? പരാതി കൊടുത്തു. മുൻസിഫ് കോടതി കോടതികളിൽ തെളിവല്ലേ ആവശ്യം? ആണോ? കോടതികളിൽ തെളിവാണ് ആവശ്യം. തെളിവ് കൊടുക്കാൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായും എന്തായി? ഇഞ്ചക്ഷൻ ലഭിച്ചു. ഇത് നാളെ നമ്മൾക്കും വന്നുകൂടാവുന്ന വിഷയമാണ്, വളരെ ഗൗരവമാണ്. അതുകൊണ്ട് ലൈസൻസ് ഇല്ലാത്ത ധാരാളം മയ്യത്താങ്കരകളുണ്ട്. ആധാരങ്ങളും പട്ടയങ്ങളും ഉണ്ടായിട്ടും വർഷങ്ങളായിട്ട് നികുതി അടയ്ക്കാത്തവരുണ്ട്. നമ്മുടെ മഹല്ല് കമ്മിറ്റിക്കാരോട് ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കതൊന്നുമല്ല ജോലി. ഞങ്ങൾക്ക് മജ്‌ലിസുന്നൂർ നടത്തലും അതുപോലെ നബിദിനം നടത്തലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ജോലികൾ മാത്രമാണ് ഞങ്ങൾ പരമ്പരാഗതമായി ചെയ്തു വരുന്നത്. അതുകൊണ്ട് ഇതൊക്കെ നടത്തണമെങ്കിൽ അള്ളാഹിൻ്റെ ഭൂമിയായതുകൊണ്ട് അള്ളാഹ് തന്നെ നേരിട്ട് വന്നിട്ട് ചെയ്തോട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് നമ്മളൊക്കെ പോകുന്നത്. ഞാനത് തുറന്നു പറയാണ്. അപ്പോൾ നമ്മുടെ മഹല്ല് കമ്മിറ്റിക്കാർ നമ്മുടെ രേഖകൾ പരിശോധിച്ച്, റെക്കോർഡുകൾ പരിശോധിച്ച്, രജിസ്ട്രേഷനുകൾ പരിശോധിച്ച് അതിൻ്റെ ന്യൂനതകൾ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളെക്കുറിച്ച് ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പം ഞാനീ വായിക്കുന്നതൊക്കെ മഹല്ലുകൾ, മദ്രസകൾ, അറബി കോളേജുകൾ, യത്തീംഖാനകൾ അത് സംബന്ധിച്ച ന്യൂനതകളാണ്. നോക്കൂ, ആധാരത്തിൽ സ്ഥലമുള്ളവരുണ്ട്, പക്ഷേ കൈവശത്തിൽ സ്ഥലമില്ല. ആധാരത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ കൈവശത്തിൽ എന്തില്ല? സ്ഥലം ഇല്ല. അങ്ങനെ ധാരാളം ആളുകളുണ്ട്. സ്ഥലം കൈവശമുണ്ട്, പക്ഷെ ആധാരത്തിൽ പറഞ്ഞതിനേക്കാൾ 75 സെന്റ് വരെ കുറവുള്ളവർ ധാരാളമുണ്ട്. കാരണം എന്താ? ഇത്
ഓരോ ജനറൽ ബോഡി മാറുമ്പോഴും അസറ്റ് രജിസ്റ്റർ പരിശോധിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ ഒരു ജനറൽ ബോഡികളിലും ഇല്ല. ഉണ്ടോ? ഇല്ല. നമ്മളാകെ എന്തേ പരിശോധിക്കുള്ളൂ? വരവെത്രണ്ട്, ചെലവെത്രണ്ട്, വരിസംഖ്യ ആരൊക്കെ തരാനുണ്ട്, തരാത്തവരനെ എന്ത് ചെയ്യാൻ കഴിയും, അല്ലേ? ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വേറൊരു ചിന്തകളും ഇല്ല. ആധാരത്തിൽ വ്യാപകമായി സർവേ നമ്പർ മാറിപ്പോയവർ, ഒരേ വില്ലേജിലും ഒരേ രജിസ്റ്റർ ഓഫീസിലും ഒരു വഖഫിന് വ്യത്യസ്ത തണ്ടപ്പേരിലുള്ള ഭൂമികൾ, പുറമ്പോക്ക് ഭൂമികളിലായി വില്ലേജ് രേഖകളിലുള്ള നീക്കിയ സ്ഥലങ്ങൾ, പള്ളി മദ്രസ സ്ഥലങ്ങൾ വ്യക്തികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടവർ, വിൽപ്പന നടത്തപ്പെട്ട ധാരാളം പള്ളി മദ്രസ ഭൂമികൾ, സ്വകാര്യ ഭൂമിയിലുള്ള വഖഫ് സ്ഥാപനങ്ങൾ, മിച്ചഭൂമി സ്ഥലങ്ങളിൽ നിർമ്മിക്കപ്പെട്ട പള്ളി മദ്രസകൾ, വഖഫിൽ രജിസ്റ്റർ ചെയ്യാത്ത, വഖഫിൽ കണക്കുകൾ സമർപ്പിക്കാത്ത മഹല്ല് മദ്രസ വഖഫ് സ്ഥാപന ഭാരവാഹികൾ, സൊസൈറ്റി രജിസ്ട്രേഷൻ ചെയ്യാത്തവർ, ചെയ്തിട്ടും പുതുക്കാത്തവർ, വഖഫാധാര ഭൂമികൾ വിൽപ്പന നടത്തിയവർ, സെൻട്രൽ വഖഫ് കൗൺസിൽ വെബ്സൈറ്റായ വംശി, എന്താ വംശി? ഇതേപോലെ ഉമീദ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൽ ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ വഖഫുകളും രജിസ്റ്റർ ചെയ്യണമെന്നൊരു നിയമം 2 വർഷം മുമ്പ് കൊണ്ടുവന്നു. നമ്മൾ ആരും ചെയ്തിട്ടില്ല അല്ലേ? വംശി എന്നാണ് ആ സോഫ്റ്റ്വെയറിന്റെ പേര്. അതിനകത്തില്ലാത്തതെല്ലാം വഖഫിൽ നിന്ന് പുറത്താണ് എന്നാണ് നിയമം, അല്ലേ? നമുക്കതിനെക്കുറിച്ച് അറിയുന്നില്ല. അങ്ങനെ ഒരു പേരന്നെ നമ്മൾ ഇപ്പോഴാണ് കേൾക്കുന്നത്, അല്ലേ? ആണോ അല്ലേ? ഇപ്പോഴാണ് കേൾക്കുന്നത്. നോക്കൂ, വഖഫാധാര ഭൂമികൾ വിൽപ്പന നടത്തിയവർ, പള്ളി മദ്രസ വഖഫ് സ്ഥാപന ആസ്തി വിവരങ്ങൾ, ആധാരപ്പകർപ്പ്, കൈവശ സർട്ടിഫിക്കറ്റ്, നികുതി റസീറ്റ് എന്നിവ വഖഫ് ബോർഡിൽ സമർപ്പിക്കാത്തവർ, രേഖകളില്ലാത്ത ആരാധനാലയങ്ങൾക്ക് പട്ടയം നൽകാൻ സർക്കാരും വഖഫ് ബോർഡും തയ്യാറായിട്ടും അത് പ്രയോജനപ്പെടുത്താത്ത ഞാനും നിങ്ങളും, നിങ്ങളുടെ കൈവശമുള്ള മഹല്ല് മദ്രസ സ്ഥാപനം, യത്തീംഖാന, അറബി കോളേജുകൾക്ക് സ്ഥലങ്ങളുടെ പേരിൽ ആധാരമോ പട്ടയമോ ഇല്ലെങ്കിൽ സർക്കാർ പറഞ്ഞു നിങ്ങൾ അപേക്ഷ താ, ഞങ്ങൾ ഉണ്ടാക്കി തരാം. നമ്മൾ പോയില്ല, അല്ലേ? അങ്ങനത്തെ ധാരാളം പേരുണ്ട്. ആധാരത്തിൽ സ്ഥലം കുറവുള്ളവർ, കൈവശത്തിൽ സ്ഥലം കൂടുതലുള്ളവർ, ആധാരത്തിൽ സ്ഥലമുണ്ട് കൈവശത്തിലുമുണ്ട്, നികുതി അടയ്ക്കുന്നത് കുറവ് സ്ഥലത്തിനായവർ, നികുതി അടയ്ക്കുന്നുണ്ട് ആധാരമില്ല ഒരു രേഖകളുമില്ലാത്തവർ, സ്വകാര്യ വ്യക്തികൾ കൈവശപ്പെടുത്തിയ പള്ളി മദ്രസ സ്ഥാപനങ്ങൾ, വഖഫ് വാടക കെട്ടിടങ്ങൾക്ക് വഖഫ് പ്രോപ്പർട്ടി ലീസ് റൂൾസ് പ്രകാരം ലൈസൻസ് അഗ്രിമെന്റുകൾ വെക്കേണ്ടതിന് പകരം ഇപ്പോഴും വാടക കരാർ എഴുതുന്ന പള്ളി മദ്രസ സ്ഥാപന ഭാരവാഹികൾ ഇപ്പോഴും വാടക കരാർ എഴുതുക. കാരണം എന്താ? ബോധമില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? 2014 വഖഫ് സ്ഥാപനങ്ങൾക്ക്, പള്ളികൾക്ക്, മദ്രസകൾക്ക്, വഖഫുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രോപ്പർട്ടീസിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘങ്ങൾക്കും കമ്മിറ്റികൾക്കും 2014 ഇന്ത്യൻ പാർലമെന്റ് പുതിയ നിയമം കൊണ്ടുവന്നു. വഖഫ് പ്രോപ്പർട്ടി ലീസ് റൂൾസ് എന്നാണ് അതിന് നിയമം. ആ നിയമപ്രകാരം കൃത്യമായി പറയുന്നു, പള്ളി കമ്മിറ്റിയുമായി ബന്ധമുള്ള ഒരാൾക്കും വാടകയ്ക്ക് കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ എത്ര ആരാ അങ്ങനെ ചെയ്യണത്? പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റ് തന്നെ വാടകയ്ക്ക് എടുത്ത് നടക്കുന്ന ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്, അല്ലേ? കാരണം എന്താ? നമ്മൾ മോമിനീങ്ങളായതുകൊണ്ട് നമുക്ക് ഈ നിയമമൊന്നും ബാധകല്ല. പ്രിയമുള്ള മോമിനീങ്ങളെ, ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇന്ത്യ രാജ്യത്തെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചുകൊണ്ട് ഈ സംവിധാനം കൊണ്ട് നടക്കാൻ കഴിയാത്തവർ ദയവ് ചെയ്ത് മാറിക്കൊടുത്തോളണം. ഇത് അമാനത്താണ്, ഇത് ദൈവികമായ അമാനത്താണ്. രാജ്യത്തെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ഇത് കൊണ്ടുപോകാൻ കഴിയില്ലേ? ഇറങ്ങിപ്പോണം. നിങ്ങളായിട്ട് ഇതിനെ തടസ്സമുണ്ടാക്കാൻ നിൽക്കരുത്. നിങ്ങളായിട്ട് ഈ അമാനത്ത് നഷ്ടപ്പെടാൻ കാരണമാകരുത്. അങ്ങനെ കാരണം വന്നാൽ അതിൻ്റെ പ്രത്യാഘാതം വലുതാണ്. ഞാൻ രജിസ്ട്രേഷൻ ചെയ്യാത്തവർ, രേഖകളും റെക്കോർഡുകളും സൂക്ഷിക്കാത്തവർ, എന്തെല്ലാം റെക്കോർഡുകൾ വേണം? 44 റെക്കോർഡുകൾ വേണം ഒരു മഹല്ലിൽ, അല്ലേ? വേണം. വഖഫിന്റെ മുത്തവല്ലിമാർക്കുള്ള നിർദ്ദേശങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ വഖഫ് ബോർഡ് ഇറക്കിയിട്ടുണ്ട്, അല്ലേ? അതിനാദ്യം വഖഫ് ബോർഡ് എന്താണെന്നറിയണം, വഖഫ് നിയമം എന്നാണ് ഉണ്ടായതെന്ന് അറിയണം, വഖഫ് എന്തിനാണെന്നറിയണം, അല്ലേ? വേണ്ടേ? ഇതൊക്കെ അറിയണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളായിട്ട് ഈ സംവിധാനങ്ങൾ നശിപ്പിക്കാനോ ഈ അമാനത്ത് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഇല്ലാതാക്കാനോ ശ്രമിക്കരുത്. അതുകൊണ്ട് ഇന്ന് മുതൽക്ക് ഞാനിവിടെ വായിച്ച ന്യൂനതകൾ നമ്മുടെ മഹല്ലുകളിൽ ഉണ്ടെങ്കിൽ അതിനി ശരിയാക്കാൻ വീഴ്ച വരുത്തിയാൽ ഈ സംവിധാനം ഉണ്ടാകില്ല. തൃശ്ശൂർ ജില്ലയിൽ അണ്ടത്തോട് മുതൽക്ക് ഏകദേശം പറവൂരിന്റെ, കൊടുങ്ങല്ലൂരിന്റെ അടുത്ത് വരെ ധാരാളം വഖഫ് സ്ഥാപനങ്ങൾക്ക് ഭൂമികൾ നഷ്ടപ്പെട്ടു.
ധാരാളം വഖഫ് ഭൂമി. എന്തിന്? ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട്. നിങ്ങൾക്കറിയാം, ഹൈവേ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുമ്പോൾ സാധാരണ ഗവൺമെൻറ് ഹൈവേ NH അതോറിറ്റി 4 ഇരട്ടി പൈസ കൊടുക്കണത് ഇല്ലേ? 4 ഇരട്ടിയാ. നമ്മുടെ ആളുകൾക്ക് ഒന്നും കിട്ടിയില്ല. കാരണം എന്താ? ഭൂമി ഏറ്റെടുക്കുന്നതിന് ലാൻഡ് അക്വസിഷൻ അതോറിറ്റി ചെയർമാനായ കളക്ടർ പറഞ്ഞു, രേഖ കൊണ്ടുവാ, തരാം പൈസ അല്ലേ? നമ്മുടെ അടുത്ത് ആകെ എന്ത് രേഖയുള്ളത്? വരിസംഖ്യ എഴുതുന്ന ബുക്ക് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അതുകൊണ്ടായ പൈസ കിട്ടോ? ഇല്ല. അങ്ങനെ കിട്ടിയില്ല. ഒരു മഹല്ല് കമ്മിറ്റിയുടെ 10-15 സെന്റ് സ്ഥലം പോയി 5 പൈസ കിട്ടിയില്ല. മഹലിൽ ആകെ പ്രശ്നമായി. ആ സെക്രട്ടറിയെ കയ്യേറ്റം ചെയ്യാൻ പോയി ആളുകളെല്ലാവരും കൂടി. കാരണം എന്താ? ആ പഹയനാണ് ഈ പള്ളിക്ക് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തിയത് എന്നാ പറഞ്ഞത്. കാരണം 10-30 കൊല്ലം സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ട് ആ സ്വത്തിൻ്റെ രേഖകൾ ഉണ്ടാക്കാൻ പോലും സന്മനസ്സുണ്ടായില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നാം ജീവിക്കുന്ന ഈ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. അങ്ങനെ നിങ്ങൾ ഇനിയും തയ്യാറായിട്ടില്ലെങ്കിൽ ഈ 2025 ഏപ്രിൽ 8-ാം തീയതി പ്രാബല്യത്തിൽ വന്ന വഖഫ് ഭേദഗതി നിയമം അനുസരിച്ച് 6 മാസത്തിനുള്ളിൽ നിലനിൽക്കുന്ന എല്ലാ ഭൂമികളുടെയും ആധാരങ്ങളും ലാൻഡ് റെക്കോർഡ്സും കൃത്യമായി അപ്ലോഡ് ചെയ്യണമെന്നാണ് നിയമം. അതിൽ വീഴ്ച വന്നാൽ എല്ലാം വഖഫിന് പുറത്താണ്, കഥ കഴിഞ്ഞു. ഇന്ന് നോക്കൂ നിങ്ങൾ, UP-യിൽ 1943 മുതൽക്കുണ്ടായിരുന്ന ഒരു മക്ബറ, അത് പൊളിച്ച് അതിൻ്റെ മേലെ കൊടി നാട്ടിയ ദിവസമാണല്ലേ ഇന്നലെ. അതിൻ്റെ വാർത്തയാണ് ഇപ്പം ഇന്ന് വന്നിരിക്കുന്നത്. ഈ രാജ്യത്ത് 1947 ശേഷം ആരാധനാലയ നിയന്ത്രണ നിയമമൊക്കെ ഉള്ള ഈ നാട്ടിൽ ഇപ്പൊ കയ്യേറ്റങ്ങൾ നടക്കുകയാണ് എല്ലാ നിലയിലും. ഗ്യാൻവാപ്പി മസ്ജിദിൽ, എത്രയെത്ര മസ്ജിദുകളിലാണ് തർക്കമുന്നയിച്ചുകൊണ്ട്. നോക്കൂ, ഈ നിയമത്തിൽ പറയുന്നത് എന്താ? ഇനി മുതൽ തർക്കമുന്നയിക്കാൻ കാലപരിധിയില്ല. എത്ര കാലം മുമ്പുള്ള വഖഫാണെങ്കിലും ഇത് തർക്കമുന്നയിക്കാം. ഇനി ഞാനും നിങ്ങളും കൈകാര്യം ചെയ്യുന്ന ഏതെങ്കിലും ഒരു മഹലിൻ്റെയോ മദ്രസയുടെയോ വഖഫ് സ്ഥാപനങ്ങളുടെയോ ഭൂമി സംബന്ധിച്ച് ആരെങ്കിലും ഒരു പ്രശ്നം ഉന്നയിച്ചാൽ അന്ന് മുതൽക്ക് അത് കളക്ടർ തർക്കഭൂമിയായി ബോർഡ് വെക്കണമെന്ന പുതിയ നിയമം. ആലോചിച്ച് നോക്കുങ്ങൾ. അപ്പം ഈ രൂപത്തിലേക്ക് രാജ്യത്ത് നിയമങ്ങളും ചട്ടങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി ഈ സമുദായത്തിന് നേരെ വരുമ്പോൾ നമ്മൾ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് ഈ അമാനത്ത് കൈകാര്യം ചെയ്യാൻ ഇനിയും കാലതാമസം വരുത്തിയാൽ സ്വാഭാവികമായിട്ടും ഇത് നഷ്ടപ്പെടും. ഇത് എൻ്റെയും നിങ്ങളുടെയും തറവാട്ട് സ്വത്തല്ല, മറിച്ച് ഇത് സമുദായത്തിന് ലഭിക്കേണ്ട അമാനത്താണ്. ആ ഒരു കാഴ്ചപ്പാടോടുകൂടെ നിങ്ങൾക്കിത് കൊണ്ടു നടക്കാൻ കഴിയാതെ പോയാൽ, നിങ്ങൾ മൂലം ഇത് നഷ്ടപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ഖബറിൽ കടന്നുറങ്ങാൻ കഴിയില്ല. നിങ്ങൾ ഏത് വലിയ ശുചായായിട്ടും കാര്യമില്ല, എത്ര വലിയ ഹാജിയരായിട്ടും കാര്യമില്ല, ഖബറിൽ കടന്നുറങ്ങാൻ കഴിയില്ല മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് എൻ്റെ കാലത്ത് ഞാൻ പ്രസിഡന്റ് ആകുമ്പോൾ, ഞാൻ സെക്രട്ടറി ആകുമ്പോൾ, ഞാൻ ജോയിന്റ് സെക്രട്ടറി ആകുമ്പോൾ, ഞാൻ കമ്മിറ്റിക്കാരനാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം എന്നുള്ള നിലക്ക് ഞാൻ കൈകാര്യം ചെയ്യുന്ന ഈ മഹലിൻ്റെ രജിസ്ട്രേഷൻ ക്ലിയർ ആണോ എന്ന് പരിശോധിച്ച്, ക്ലിയർ അല്ലെങ്കിൽ ക്ലിയർ ആക്കണം. സമയം 2 മാസമേ മുന്നിലുള്ളൂ, 2 മാസം. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് സമയമില്ല. ഇപ്പം ഇനി വഖഫ് ബോർഡിൽ പുതിയ രജിസ്ട്രേഷൻ എടുക്കണില്ല, നിർത്തി. പുതിയ രജിസ്ട്രേഷൻ ഇനി ഉമീദ് പോർട്ടൽ വഴി മാത്രമേ പറ്റുള്ളൂ.